ആള് പൂലാനിക്കാരനാ, ഞാൻ വിട്ടെടുക്കാരനാ ചാലക്കുടി. സംഭവം ഞാൻ അനിയച്ചക്കൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ ഒരു 2 പിള്ളേരൂടെ നിൽക്കണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരൻ്റെ മോൻ തന്നെ, അലൻ എന്ന് പറഞ്ഞ കൂടെ. എന്നെ കണ്ടപ്പോ അവൻ ചേട്ടാ നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിർത്തി ഇറങ്ങി ചേട്ടൻ ചാടാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടാ ആ സൈഡിലായിരുന്നേ, അപ്പുറത്തെ സൈഡിലായിരുന്നേ. ഞാനപ്പോൾ ഇറങ്ങി വന്നിട്ട് ചേട്ടാ എന്ത് സംഭവം, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ തല തെല്ലു വിളിച്ചു, എനിക്ക് പ്രശ്നം, ഞാൻ ചാവാന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. വീട്ടിലെ പ്രശ്നമല്ല, പറഞ്ഞു തീർക്ക്. ചേട്ടൻ ചത്തിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. ഇപ്പൊ ആ ചേട്ടൻ്റെ പേരിൽ കേസെടുക്കാൻ, ചേട്ടൻ ഇപ്പൊ വീണ് ചത്തില്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഇവരുടെ പേരിലൊക്കെ കേസെടുക്കില്ലേ. ചേട്ടൻ ഇങ്ങനെ കയറി പറഞ്ഞു സമ്മതിച്ചിട്ട് കയറ്റി സംസാരിച്ച ആൾ കഴിച്ചിട്ടുണ്ട്, ആള് ഇത്തിരി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാള്. അതിന്റെ പേരിലാണ് വീട്ടില് പ്രശ്നം ഉണ്ടായത്. ആള് പറഞ്ഞിരിക്കില്ല, തന്നെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഇതൊന്നും ആൾക്ക് നമ്മുടെയൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. പൂലല്ലാന്ന് പറഞ്ഞേ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി വെട്ടുകടവ് പാലത്തിലാണ് നിൽക്കുന്നത്. ഒരു അരമണിക്കൂർ മുൻപ് ഇവിടെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. ഒരു 35 വയസ്സൊക്കെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ആൾ ഈ പാലത്തുമേന്ന് ചാടാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 2 പേര് ആളെ ആ ഉദ്യമത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആളോട് കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ചാടരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ യുവാവ് ഈ പാലത്തുമേൽ നിന്ന് എടുത്ത് ചാടുകയായിരുന്നു. ചാടിയതിന് ശേഷം ഇപ്പോൾ ഫയർഫോഴ്സ് സംഘവും മറ്റൊക്കെ എത്തിയ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ മേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ MS ബിജു അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘങ്ങളും ഇപ്പോൾ വഞ്ചിയിൽ ഈ പാലത്തിൻ്റെ അടിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ പാലത്തുമേൽ നിന്നിരുന്ന ആളുകൾ ഈ ഉദ്യമത്തിൽ നിന്ന് അയാൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ആകുലപ്പെടുത്തുന്നത്. അതായത് പറഞ്ഞത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും തല തല്ലി പൊളിച്ചിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടാണ് ഈ യുവാവ് ചാടിയത്. എന്താണ് സംഭവം എന്നുള്ളതൊന്നും ഇപ്പോഴും ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പൂലാനിയിലുള്ള ആളാണെന്നാണ് പറഞ്ഞത്. പൂലാനിക്കാരനായ ആൾ ആരാണെന്നോ എന്താണ് സംഭവം നടന്നതെന്നോ ഒന്നും പിടിയില്ല. ഇവിടെ ആളുകൾ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത് പറഞ്ഞത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും തല തല്ലി പൊളിച്ചിട്ടാണ് പറഞ്ഞത്, ഇത് പറഞ്ഞിട്ടാണ് ചാടിയത്. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം പാലത്തിൻ്റെ അടിയിലുണ്ട്.